ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ബന്നർഘട്ട നാഷണൽ പാർക്കിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം കുറച്ച് അങ്ങോട്ടെത്തിയപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബന്നർഘട്ട സൂവിൻ്റെ റോഡിന് കയറിയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു അബദ്ധമാണ് നടന്നത്. പക്ഷേ ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞങ്ങളൊരു ചായ കുടിച്ചു. നല്ല തുടക്കത്തിന് വേണ്ടിയിട്ടൊരു ചായ കുടിച്ചു. എന്നെ പിന്നീട് ബോർഡൊക്കെ വായിച്ച് അങ്ങനെ പോയി. പക്ഷേ കുറേ മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു 6-7 കിലോമീറ്റർ അപ്പുറം എത്തിയപ്പോഴാണ് വഴി തെറ്റി, ഇതല്ല റൂട്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അത് റിട്ടേൺ വരികയായിരുന്നു. പക്ഷേ വഴി തെറ്റിയാലും നല്ലൊരു കാട്ടുകൂടെയുള്ള യാത്രയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ വേറെയും കുറേ ആൾക്കാർ ഈ റൂട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ആ ഒരു ട്രാഫിക്കും ബഹളവും എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഒരു 7 കിലോമീറ്റർ പോയതിന് ശേഷം ഞങ്ങൾ ബന്നർഘട്ട സൂവിലെത്തി. ഇവിടെ 120 രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മളുടെ കടുവയെ കണ്ടു. അതുകൂടാണ്ട് സിംഹം, പുലി, പിന്നെ കരടി, അങ്ങനെയുള്ള കുറേ മൃഗങ്ങളെല്ലാം കണ്ടു. കുറച്ച് ചുറ്റി കാണാനുണ്ട്. അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു ഗായ്സ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുകൂടാണ്ട് തന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിംഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ആൾക്കാർ നല്ലോണം അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അത് കുറേ ക്ഷമിച്ച് നിന്നു. പക്ഷേ ലാസ്റ്റ് സമയമായപ്പം അത് നല്ലോണം സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പിന്നെ ഓടിപ്പോവുകയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അതായത് നമ്മൾ ബാംഗ്ലൂർ വന്നവർക്കറിയാം അവിടുത്തെ ട്രാഫിക് കാര്യങ്ങളെ പറ്റിയിട്ട്. അതിൽ നല്ല വിട്ടുമാറിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മൊത്തം ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് അവിടുന്ന് ഒരു ദഹിപൂരിയും അതുകൂടാതെ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.